മുൻ ബജറ്റുകളിൽ നിന്ന് ഈ ബജറ്റിനെ വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് ഇത്തവണ ഉപഭോഗം ഏറ്റവും കൂടുതൽ കുറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് മധ്യവർഗത്തിൻ്റെ ഉപഭോഗം. ഇതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റും കാണാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ റിയൽ എസ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിൽ 1 കോടി രൂപയ്ക്ക് താഴെയുള്ള വീടുകളുടെ വിൽപ്പനയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് 1 കോടിക്ക് മുകളിൽ 1 കോടി മുതൽ 2 കോടി വരെ, അതുപോലെ 2 മുതൽ 3 കോടി വരെയുള്ള ലക്ഷറി ഹൗസിങ്, ഇവിടെയൊക്കെ ഡിമാൻഡ് കൂടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ കാർ മേഖലയിൽ, വാഹന മേഖല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാറുകളുടെ വിൽപ്പന 10 ലക്ഷം രൂപ വരെയുള്ള കാറിനെ സംബന്ധിച്ച് അതാണ് നമ്മൾ അഫോർഡബിൾ കാറായിട്ട് പറയുന്നത്. ഇത്തരം കാറുകളിലുള്ള വിൽപ്പന ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. ആളുകൾക്ക് വേണ്ടത് SUV ആണ്. അപ്പോൾ ഒരു പ്രീമിയമൈസേഷൻ നടക്കുന്നുവെന്ന് നമ്മൾ പറയുന്നെങ്കിലും എല്ലാവരും ഈ പ്രീമിയമൈസേഷനിലേക്ക് പോകുന്നില്ല. കുറച്ച് പേര് മാത്രമേ പോകുന്നുള്ളൂ. നമ്മുടെ മധ്യവർഗത്തെ സംബന്ധിച്ച് അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ലിമിറ്റഡ് ബഡ്ജറ്റിനകത്ത് എത്തരത്തിലുള്ള വാഹനങ്ങൾ വാങ്ങാമെന്നുള്ളതാണ്. അതുകൊണ്ട് അവർ ഒന്നുകിൽ സെക്കൻഡ് ഹാൻഡ് കാറുകൾക്ക് പോകുന്നു. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ വിൽപ്പന കൂടുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ അവർ 2 വീലർ ആണെങ്കിൽ ആ 2 വീലർ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിക്കുന്നു. അത്തരത്തിലൊരു മാറ്റം കാണുന്നു. അപ്പോൾ ഏതാണ്ട് 52 കോടി ജനങ്ങളാണ് നമ്മൾ മധ്യവർഗത്തിൽ ഉൾപ്പെടുന്നത് എന്നുള്ളൊരു പ്രൈസ് എന്ന് പറയുന്ന ഒരു NGO അവരുടെ ഒരു കണക്കുകൂട്ടൽ. 52 കോടി മധ്യവർഗത്തിലുള്ളവരെന്ന് പറയുമ്പോൾ അവരുടെ ശമ്പളം പ്രതിവർഷം 6 ലക്ഷത്തിനും 36 ലക്ഷത്തിനും ഇടയ്ക്കുള്ളവരെയാണ് നമ്മൾ ഇത്തരത്തിൽ മധ്യവർഗം എന്ന് പറയുന്നത്. അവർ ധാരാളമായി ജീവിക്കുന്നത് പട്ടണങ്ങളിലാണ്. നമ്മുടെ നാട്ടിലുള്ള മെട്രോസ് മാത്രമല്ല മറ്റ് പട്ടണങ്ങളിലുമൊക്കെ അവർ ജീവിക്കുന്നു. അർബൻ കൺസംഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഇടിവിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പല FMCG കമ്പനികളും അതിനെക്കുറിച്ച് സൂചനകൾ നൽകുന്നുണ്ട്. നമ്മൾ സാധനങ്ങൾ FMCG പ്രോഡക്ട്സ് തന്നെ നോക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ബ്രാൻഡഡ് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിന് പകരം ഒരു അൺബ്രാൻഡഡ് ആയിട്ടുള്ള വസ്തുവിലേക്ക് അല്ലെങ്കിൽ അൺബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു പ്രവണതയാണ് നമ്മൾ പൊതുവേ കണ്ടുവരുന്നത്. അത് കൺസ്യൂമർ ഡ്യൂറബിൾസിൻ്റെ കാര്യത്തിലുമുണ്ട്. ഇപ്പം ഫോൺ സെയിൽസിൻ്റെ കാര്യത്തിലായാലും TV സെയിലിൻ്റെ കാര്യം, ഫ്രിഡ്ജിൻ്റേതായാലും ഒക്കെ ഇതേ രീതിയിലുള്ളൊരു പാറ്റേണാണ് കാണുന്നത്. അപ്പോൾ ആ ഡിമാൻഡ് എന്ന് പറയുന്ന ഉപഭോഗം എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിനെ ബൂസ്റ്റ് ചെയ്യാതെ നമ്മുടെ എക്കോണമിയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അതിനുവേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് വളരെ ഗഹനമായിട്ടുള്ളൊരു ചോദ്യം. ഈ കഴിഞ്ഞ ഈ FY നടപ്പ് സാമ്പത്തിക വർഷത്തിലെ വളർച്ച 6.4% ആയിരിക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത്. അത് RBI കണക്കാക്കി 7%-ക്കാളും വളരെ താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 8% അതിന് മുകളിലോ ഒക്കെ ഉള്ളൊരു വളർച്ച, സത്യത്തിൽ നമുക്കൊരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്താണ് വേണ്ടത്. പക്ഷേ കുറഞ്ഞതൊരു 8%, 8.5% വളർച്ചയിലേക്കൊക്കെ നമ്മൾ പോയില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ട രീതിയിലുള്ള തൊഴിലുകൾ നൽകാനും വേണ്ടത്ര കൺസംഷൻ ഉണ്ടാക്കാനും ഒക്കെയുള്ള കാര്യങ്ങളിൽ വളരെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത്തരത്തിൽ എങ്ങനെ ഇതിനെ ബൂസ്റ്റ് ചെയ്യാം? അപ്പോൾ കൺസംഷൻ ബൂസ്റ്റിലൂടെ എക്കോണമി ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഫൈനാൻസ് മിനിസ്റ്റർ ചോദിക്കേണ്ട ഒരു ചോദ്യം. കൺസംഷൻ ബൂസ്റ്റ് ചെയ്യുന്നതിലൂടെ ഉപഭോഗം ബൂസ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ നിക്ഷേപങ്ങളിലും മാറ്റം വരും. കാര്യം നിക്ഷേപരെല്ലാം നോക്കുന്നത് എന്താണ്? കൂടുതൽ ഉപഭോഗം ഉണ്ടാകുന്നുണ്ടോ, കൂടുതൽ കാര്യങ്ങൾ വിറ്റഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടണമെങ്കിൽ അതൊരു ഉപഭോഗം കൂടണം. ഇതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് വളരെ കാര്യമായിട്ട് ഫൈനാൻസ് മിനിസ്റ്റർ ആലോചിക്കേണ്ട ഒരു കാര്യം. അതിന് ഒരു വശത്ത് നികുതി ഇളവുകൾ നൽകാം. നികുതി എന്ന് പറയുമ്പോൾ അത് ഡയറക്റ്റ് ടാക്സിലാകാം, നമ്മുടെ വേതനങ്ങളിലുള്ള ടാക്സിലാകാം, അല്ലെങ്കിൽ അത് ഇൻഡയറക്റ്റ് ടാക്സ് ആകാം, GST പോലെയുള്ള ടാക്സുകളിൽ ഉള്ള മാറ്റമാകാം, എക്സൈസ് ഡ്യൂട്ടി കട്ടാകാം. ഇപ്പോൾ ഉദാഹരണത്തിന് CII മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ധനവില വളരെ ഉയർന്നതാണ്. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില 40%-ഓളം കഴിഞ്ഞ 1-2 വർഷങ്ങളായി ഇടിഞ്ഞെങ്കിലും നമ്മുടെ ഇന്ധനവില അതുപോലെ തന്നെ തുടരുന്നു. പല നഗരങ്ങളിലും 100 രൂപയ്ക്ക് മുകളിലാണ് പെട്രോളിൻ്റെ വില. അപ്പോൾ ഏതാണ്ട് 21% സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ഓരോ പെട്രോളിൽ ചുമത്തിയിരിക്കുന്നത്. ഈ നികുതിയിൽ ഒരു ഇളവ് വരുത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടും.
അത് പിന്നെ പെട്രോളിൻ്റെ വില കിട്ടുമ്പോൾ നമുക്ക് പിന്നെ സാധാരണക്കാരനെ സംബന്ധിച്ച് അവന് പിന്നെ കുറച്ച് ലാഭകരമാകുന്നു. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയുന്നു. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയുന്നതനുസരിച്ച് ലോജിസ്റ്റിക്സ് കോസ്റ്റ്, ഇപ്പോൾ സാധനങ്ങൾ പിന്നെ ചരക്ക് കൂലി കുറയുന്നതനുസരിച്ച് സാധനങ്ങളുടെ ഒക്കെ വിലയിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു വലിയൊരു മാർഗ്ഗമായിട്ട്, വിലക്കയറ്റത്തെ കൺട്രോൾ ചെയ്യാനുള്ളൊരു മാർഗ്ഗമായിട്ട് പിന്നെ CI മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ 7 ലക്ഷം രൂപ വരെ ഉള്ളവർക്ക്, വാർഷിക വരുമാനം ഉള്ളവരെ സംബന്ധിച്ച് പിന്നെ അവർക്ക് നികുതി അടയ്ക്കേണ്ടതില്ല. അത് 10 ലക്ഷം രൂപ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ള ഒരു പിന്നെ ആവശ്യം മുന്നോട്ട് പലരും വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പരിധി, നമ്മുടെ ഇൻകം ടാക്സബിൾ ഇൻകം പിന്നെ അതിൽ നിന്ന് കുറയ്ക്കുന്ന ഒരു ഫ്ലാറ്റ് എമൗണ്ടാണ് ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം അത് 50,000 രൂപയാക്കിയിട്ടുണ്ട്. പക്ഷേ അത് കുറഞ്ഞതൊരു 75,000 രൂപയെങ്കിലും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് നൽകിക്കൊണ്ട് ആളുകളുടെ പിന്നെ ടാക്സിനകത്ത് ഒരു വ്യത്യാസം ഉണ്ടാക്കണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഡയറക്റ്റ് ടാക്സ് കോഡ് ഇംപ്ലിമെൻ്റ് ചെയ്യുക, അതും കുറേ നാളായിട്ട് ഈ ഫൈനാൻസ് മിനിസ്റ്റർ പറയുന്നൊരു കാര്യമാണ്. അത് പിന്നെ നമ്മുടെ ആദായ നികുതി അടയ്ക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഈ ഡയറക്റ്റ് ടാക്സ് കോഡ് ഈ ബജറ്റിൽ അനൗൺസ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം പൊതുവെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പുതിയ സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ആദായ നികുതിയിൽ. ഈ 15 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയ്ക്കുള്ള ഒരു സ്ലാബ് 25% നികുതിയോടുകൂടി കൊണ്ടുവരാനുള്ളൊരു സാധ്യതയെക്കുറിച്ച് പലരും സംസാരിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസിലുള്ള GST ആണ്. ഹെൽത്ത് ഇൻഷുറൻസിലുള്ള GST 18%. നമ്മൾ പിന്നെ പുതുതായിട്ടൊരു പ്രീമിയം അടയ്ക്കാൻ പോകുമ്പോൾ ഈ 18%, അതുകൂടാതെ മറ്റ് പല തരത്തിലുള്ള പുതിയ പിന്നെ നികുതികൾ നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതിനകത്തൊരു മാറ്റം വരണം. കാര്യം പല ആളുകളും ഹെൽത്ത് ഇൻഷുറൻസ് പുതുക്കുന്നില്ല. കാര്യം പ്രീമിയമൊക്കെ വളരെ വളരെ ഉയർന്നു പോയി. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് പിന്നെ ഒരു മാറ്റം ഉണ്ടാവണം. നികുതി, ഹെൽത്ത് ഇൻഷുറൻസിലെ നികുതി വെട്ടിക്കുറയ്ക്കണം എന്നുള്ളൊരു ആവശ്യം പൊതുവെ വരുന്നുണ്ട്. അതുപോലെ റിയൽ എസ്റ്റേറ്റിൽ നിന്ന് സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിക്കുറയ്ക്കുക. ഹൗസിംഗ് റെൻറ്റ് അലവൻസ് HRA എന്ന് പറയുന്നത് നമ്മുടെ പുതിയ ടാക്സ് റെജീമിൽ നിന്ന് ഒഴിവാക്കിയതായിരുന്നു. അത് വീണ്ടും പിന്നെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള ആവശ്യം. ഇത്തരത്തിൽ പൊതുജനത്തെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളിലും മാറ്റം വരണമെന്നുള്ള ഒരു പൊതുവെ ഒരു ആവശ്യം മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെ മാത്രമേ നമ്മുടെ ഉപഭോഗത്തിനകത്ത് കുറച്ചൊക്കെ മാറ്റമുണ്ടാകുകയും പിന്നെ കൂടുതൽ ഉപഭോഗത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യുള്ളൂ. ഇത് പിന്നെ കൺസ്യൂമറിനെ സംബന്ധിച്ച്. നേരെ മറിച്ച് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് അവർ പിന്നെ GSTയിൽ വലിയ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ GST ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തിരുന്നൊരു വിഷയമാണ്. GSTയിലെ പ്രശ്നങ്ങൾ, അത് നിരവധി സ്ലാബുകൾ, ഒരേ സാധനത്തിന് തന്നെ അതിൻ്റെ മൂല്യത്തിലൊരു ചെറിയ വ്യത്യാസം വരുമ്പോഴത്തേക്കും അതിൻ്റെ ടാക്സിൽ വലിയ വ്യത്യാസം വരിക, ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പോപ്കോണിൽ തന്നെ അതിൻ്റെ പിന്നെ സാധാരണ പോപ്കോണും അത് കാരമലൈസ്ഡ് ആയി കഴിഞ്ഞാൽ അതിൽ വരുന്ന വ്യത്യാസവും ഒക്കെ കൊണ്ട് അത് നിർമ്മലാ സീതാരാമൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതിനെതിരെ വലിയ വിമർശനമാണ് നമ്മൾ പൊതുവെ മാധ്യമങ്ങളിലും സോഷ്യൽ മാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ GST റാഷണലൈസ് ചെയ്യുക എന്നുള്ളത് കുറേ നാളുകളായിട്ട് ഈ സർക്കാർ പറയുന്നൊരു കാര്യമാണ്. പക്ഷേ അത് തീർച്ചയായിട്ടും അത് ചെയ്യണം. കോർപ്പറേറ്റ് ടാക്സിൽ ഓൾറെഡി ഇളവുകൾ നൽകിയിട്ടുണ്ട്. ഇനിയും ഇളവുകൾ നൽകാൻ സർക്കാരിന് കഴിയില്ല. കാരണം കോർപ്പറേറ്റ് ടാക്സിനെ സംബന്ധിച്ച് പിന്നെ അതിൽ ഇളവ് നൽകിയെങ്കിലും അതിന് അനുസരിച്ചുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേറ്റ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വലിയ ആരോപണം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു വലിയ മാറ്റം നമുക്ക് പിന്നെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഡിമാൻഡ് വർദ്ധിക്കുന്നതനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടാനാണ് സാധ്യത. അതുകൊണ്ട് ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്ന എന്ത് കാര്യമായാലും, അത് കൂടുതൽ തൊഴിൽ നൽകുന്നതായാലും, അത് കൂടുതൽ പിന്നെ നികുതി വെട്ടിക്കുറയ്ക്കുന്നതായാലും ഒക്കെ ആളുകൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യും. അതാണ് പൊതുവേ ഇൻഡസ്ട്രി നോക്കുന്നത്. ഇൻഡസ്ട്രി നോക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഇപ്പോൾ ഇന്ന് നമ്മുടെ ഭാരതത്തിൽ ഒരു വ്യവസായ സംരംഭം തുടങ്ങണമെങ്കിൽ അതിന് വേണ്ട റെഗുലേറ്ററി ക്ലിയറൻസസ് അതൊക്കെ പിന്നെ വളരെ കൂടുതലാണെന്നും, അതുപോലെ തന്നെ അത് ഭൂമി അക്വയർ ചെയ്യുന്നതിലുള്ള പ്രശ്നങ്ങൾ, ലേബർ ലോസിലുള്ള ഇഷ്യൂസ്, പിന്നെ ഇതിനൊക്കെ കുറച്ചൊക്കെ ഒന്ന് മാറ്റം വരുത്താനായിട്ട് പിന്നെ എല്ലാം ഏകീകരിച്ചുകൊണ്ട് ഒരു ദേശീയ ഏകജാലക പദ്ധതിയെക്കുറിച്ച്
പിന്നെ പൊതുവെ CIA പോലുള്ള സംഘടനകൾ പറയുന്നുണ്ട്. ഒരു സിംഗിൾ വിൻഡോ, നാഷണൽ സിംഗിൾ വിൻഡോ പോളിസി, അത്തരത്തിലുള്ള പോളിസികൾ ഇതിനെ ഈ കുറച്ചുകൂടി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. പക്ഷേ ഇതൊരു കേന്ദ്രത്തിൻ്റെ മാത്രം ഒരു സംഭവമല്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും വളരെ കാര്യമായിട്ട് മുന്നോട്ട് ഇത് ഏറ്റെടുത്തുകൊണ്ട് വന്ന് ചെയ്യേണ്ട കാര്യമാണ്. അതിന് കേന്ദ്രത്തിൽ നിന്ന് മാത്രം ഉള്ള ഒരു പ്രശ്നമായിട്ട് നമുക്ക് കരുതാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വിവിധ ഇളവുകളാണ്, സ്കീംസാണ് ഈ ബജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത്, നിർമ്മലാ സീതാരാമനെ സംബന്ധിച്ച് അവരുടെ ഒരു കഴിഞ്ഞ കുറേ നാളുകളിലെ ബഡ്ജറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ ഡിസിപ്ലിൻ അവർ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് കൈയഴിഞ്ഞുള്ള പലതരത്തിലുള്ള സ്കീമുകളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിനെയൊക്കെ തിരിച്ചു പിടിക്കാനായിട്ട് വളരെ ടൈറ്റായിട്ടുള്ളൊരു ഫിസിക്കൽ പോളിസിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് കഴിഞ്ഞ വർഷം 2024-25 വർഷം കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞത് അത് 4.9% അപ്പോൾ അത് കൂടുതൽ കുറച്ച് അതൊരു 4.5% വരെ 2025-26 ആകുമ്പോഴത്തേക്കും GDP-യുടെ 4.5% നമ്മുടെ മൊത്തത്തിലുള്ള ഫിസിക്കൽ ഡെഫിസിറ്റിനെ, അതായത് നമ്മുടെ ധനക്കമ്മിയെ കൊണ്ടുവരണം എന്നുള്ളൊരു ആവശ്യമാണ്, എന്നൊരു രീതിയിലുള്ള പ്രവർത്തനമാണ് സർക്കാർ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലൊരു അച്ചടക്കം വെച്ച് പോകുമ്പോൾ എല്ലാം കൈയഴിഞ്ഞ് സഹായിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കുറഞ്ഞ പക്ഷം ഈ ഉപഭോഗത്തിൻ്റെ കാര്യത്തിലെങ്കിലും ചില നികുതി ഇളവുകളിലൂടെ ഒരു മാറ്റം ഉണ്ടാക്കിയില്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കായിരിക്കും നമ്മുടെ എക്കോണമി പോവുക എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.